ഹരേ കൃഷ്ണ, നമസ്തേ. നമ്മൾ ജ്യോതിഷ കൈരളിലേക്ക് സുസ്വാഗതം. നമ്മളിന്ന് വ്യാഴമാറ്റത്തിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ സബ്സ്ക്രിപ്ഷൻ ലൈക്കും തന്ന് നമ്മളൊരു കുടുംബമായിട്ട് പോകുന്നതിലും നിങ്ങളുടെ സപ്പോർട്ടിനും എന്നും പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ്. കാരണം യുദ്ധഭീഷണി കൊണ്ട് ലോകത്ത് ജോലിയിൽ, അതുപോലെ തന്നെ ധനത്തിൽ, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു പോംവഴിയായിട്ട് നമുക്ക് ആകെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം വ്യാഴമാറ്റമാണ്. ഇത്തവണ വ്യാഴം മാറുന്ന ഉച്ചനായിട്ടായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല. പക്ഷേ ഈ വ്യാഴമാറ്റം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം, ഈ വ്യാഴമാറ്റം ഒരുവിധം എല്ലാ കൂറുകാർക്കും നല്ലതാണ്. എന്നാൽ വ്യാഴമായതുകൊണ്ട് ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യത്തില്ല, ഉച്ചനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ചിങ്ങക്കൂറുകാർക്ക് 12 നഷ്ടസ്ഥാനത്തേക്കാണ് വരുന്നത്, ജന്മത്തിൽ കേതുവുണ്ട്. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർ പല കാര്യങ്ങളും കുറേ ശ്രദ്ധിക്കണം. ചിങ്ങക്കൂറെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം മാത്രം. അപ്പോൾ ഈ പൂരം, മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 11 ലാഭസ്ഥാനത്ത് നിന്ന വ്യാഴമാണ് ഉച്ചനായിട്ടാണെങ്കിൽ കൂടി 12 നഷ്ടസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ വ്യാഴം ദോഷം ചെയ്യില്ല. അതിൻ്റെ കാരണം നമ്മൾ ഈ ജ്യോതിഷം അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. വ്യാഴം എന്ന് പറയുന്നത് നമ്മളെ കുടുംബത്തിലെ നമ്മളെ സഹായിക്കേണ്ട ഒരു കാരണവർ, ഒരു അമ്മാവനാണ്, അല്ലെങ്കിൽ ഒരു കാരണവരാണെന്ന് ധരിക്കുക. അദ്ദേഹം IAS കാരനായിട്ട് നാട്ടിൽ കളക്ടറായിട്ടിരിക്കുകയാണ്, നിങ്ങളെ സഹായിക്കും. അതേസമയം അദ്ദേഹം പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൽ നാഗാലാൻഡിൽ പോയി നിൽക്കുകയാണ്, സഹായിക്കാൻ പറ്റില്ല. പക്ഷേ ദ്രോഹിക്കോ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വ്യാഴം നിലവിൽ നല്ല പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഉച്ചനായിട്ടാണ് വന്നത്, പക്ഷേ 12-ലായിപ്പോയി. അതായത് അദ്ദേഹം ഇപ്പോൾ വിദേശത്ത് അംബാസഡറായിട്ട് പോയിരിക്കുകയാണ്. ആരെ സംബന്ധിച്ച്? ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അമ്മാവൻ വിദേശത്ത് അംബാസഡറായിട്ടിരുന്നാൽ നമുക്ക് ഇവിടെ ഒരു ഹെൽപ്പും കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം നമ്മളെ ദ്രോഹിക്കത്തില്ല. കാരണം നമ്മുടെ കാരണവരാണ്, കുടുംബ കാരണവരാണ്, നമ്മളെ ദ്രോഹിക്കത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും 12-ലായതുകൊണ്ട്. എങ്കിലും നമുക്കൊരു ചെറിയ ആശ്വാസമുള്ളത്, നമ്മുടെ 5-ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ടും ദൈവാധീനം വർദ്ധിപ്പിക്കാനും തീർത്ഥയാത്രകൾക്കും നമുക്ക് അനുകൂല സമയം വരും. ദൈവാധീനം വർദ്ധിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ ചില അനുഗ്രഹങ്ങൾ തരും. അതായത് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഗുണം ചെയ്യും. സന്താനങ്ങൾക്ക് നല്ല ജോലി, സന്താനങ്ങളിലൂടെ ധനം, ഭാഗ്യം, സന്താന അഭിവൃദ്ധി, സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കേണ്ട നിമിഷങ്ങൾ, ഇതൊക്കെ ഉണ്ടായി വരും. നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ധനം കൊണ്ട് ആരെയും സഹായിക്കരുത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്നം മാത്രമേ കൊടുക്കാവൂ, അന്നദാനം മാത്രമേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. ധനം കൊണ്ട് ആരെയും സഹായിക്കരുത്. മഹാലക്ഷ്മി കൂടെ നിൽക്കത്തില്ല, ധനനഷ്ടം വരും. യാതൊരു രീതിയിലുള്ള ഊഹക്കച്ചവടങ്ങളിലും പോയി ധനം മുടക്കരുത്. ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ ട്രേഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ധനം മുടക്കരുത്, ധനനഷ്ടം വരും. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ്സിൽ പുതിയ ഡെവലപ്മെൻറ്റുകളോ പുതിയ പദ്ധതികളോ വേണ്ട, പ്ലാൻ ചെയ്താൽ മാത്രം മതി. കാരണം അടുത്ത വർഷം വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ജന്മത്തിലേക്ക് വരും. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വർഷം 2027 ജൂലൈ വരെയും പുതിയ പദ്ധതികളൊന്നും വേണ്ട. ദൈവാധീനം വർദ്ധിപ്പിക്കുക, ജപം, ധ്യാനം നടത്തുക. കഴിയുന്നത്ര നമ്മൾ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക, ഭാഗവത പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ രാമായണത്തിലെ സുന്ദരകാന്ഡം പാരായണം ചെയ്യുക, പുരാതന വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക, ധ്യാനം ശീലമാക്കുക. ഇതൊക്കെയാണ് ചിങ്ങക്കൂറുകാരായ എല്ലാവരോടും, അതായത് പ്രത്യേകിച്ചും മകം, പൂരം നക്ഷത്രക്കാരോട് പറയാനുള്ളത്. വ്യാഴം മാറ്റം വലിയ ദോഷവും ചെയ്യത്തില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും ജാഗ്രത വേണം. ഒരു രീതിയിലുള്ള ജാമ്യം, പിന്നെ മധ്യസ്ഥത, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ
ഇടപെട്ട് അവരിൽ നിന്ന് പഴിയോ അല്ലെങ്കിൽ വെറുതെ പേരുദോഷമോ കേൾക്കരുത്. സ്വന്തം കാര്യം സ്വന്താവ ദൈവമേ എന്നും പറഞ്ഞ് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ല. അത് വളരെ ശ്രദ്ധ വേണം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അഷ്ടമ ശനിയും കൂടെ നിൽക്കുന്ന സമയമാണ്. വ്യാഴം 12 മാത്രമല്ല, വ്യാഴം 12 മാറുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഷ്ടമശനിയാണ്. അപ്പോൾ അഷ്ടമശനിയും കൂടെ ആയതുകൊണ്ട് വളരെ ശ്രദ്ധ പുലർത്തിയാൽ നന്നായിരിക്കും. വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക. വ്യാഴം അനിഷ്ടമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ നമ്മൾ ആരെയും ധനപരമായി സഹായിക്കുകയോ ധനപരമായ ഇടപാടുകളിലെല്ലാം വളരെ സൂക്ഷ്മതയുണ്ടാവുക. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കൺസൾട്ടിങ്ങിനും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. തീർച്ചയായിട്ടും എല്ലാവരെയും വ്യാഴം അനുഗ്രഹിക്കും. നിങ്ങൾക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. പക്ഷേ അത് ഗുണകരമായിട്ട് വരണമെങ്കിൽ ഇനി 1 വർഷം കഴിയണം. അതുവരെ നമ്മൾ ധനപരമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തിയാൽ മതി. അങ്ങനെ ആവട്ടെ. ഹരേ കൃഷ്ണ. ഹരേ